മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ റപ്ചറിൽ നമ്മുടെ ശരീരം ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ സംസാരിച്ചത്. അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഇനിയും ബാക്കിയുണ്ട്. നമ്മൾ നേരത്തെ ചിന്തിച്ച ദ്രവത്വമായിട്ടുള്ളത് അദ്രവത്വത്തെ ധരിക്കുമെന്ന്. നമുക്ക് തേജസ്സിൻ്റെ ശരീരം ഉണ്ടാവും, തേജസ്സിൻ്റെ ആവരണം ഉണ്ടാവും. നമ്മുടെ പേര് മാറും, പുതിയൊരു പേര് നമുക്ക് സ്വർഗത്തിൽ നമുക്ക് പുതിയൊരു പേരുണ്ടാകും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാംഗ്വേജ് മാറും, എല്ലാവർക്കും അറിയാവുന്ന ഒരു ലാംഗ്വേജ്, ദൂതന്മാർ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ്. അതുപോലെ നമ്മുടെ പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞു, നമുക്ക് പ്രതിഫലം കിട്ടും. ശരിക്കും ഇവിടെ പ്രതിഫലത്തെക്കുറിച്ച് കുറച്ചും കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ പ്രതിഫലം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന നീതിപ്രവൃത്തി അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള പ്രതിഫലമാണ്. ഈ പ്രതിഫലം എന്ന് പറയുമ്പോൾ അത് കർത്താവ് ഒരു ന്യായവിധി പോലെ, ഒരു ജഡ്ജ്മെൻ്റ് പോലെ ഭീമ കോടതിയിൽ നമുക്ക് ഒരു പ്രതിഫലം തരും. അതിവിടെ ചെയ്യുന്ന പ്രതിഫലം. നമ്മൾ ഇതിനെക്കുറിച്ച് ന്യായവിധിയുടെ ക്ലാസ്സിൽ അത് കൂടുതലായിട്ട് ഡീറ്റെയിലായിട്ട് ഏത് ടൈപ്പിലുള്ള പ്രതിഫലമാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് കിരീടങ്ങൾ, ദൈവം ഒരുപാട് കിരീടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ കിരീടങ്ങൾ നമുക്ക് കിട്ടും. എന്നാൽ അതിനെക്കുറിച്ച് ചുരുക്കമായിട്ട് ചില കിരീടങ്ങളെക്കുറിച്ച് ഈ തരണത്തിൽ പറയണമെന്ന് വിചാരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4:4 മൂപ്പന്മാരുടെ മേലിൽ ഇരിക്കുന്ന അവരുടെ തലയിൽ പൊൻകിരീടം എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. സിംഹാസനത്തെ ചുറ്റും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തിരയിൽ പൊൻകിരീടം. ഈ പൊൻകിരീടം ശരിക്കും നമുക്ക് ദൈവം ഒരുക്കുന്ന ഒരു കാര്യമാണ്. പൊൻകിരീടം എന്ന് പറയുന്നത് ഒരു സ്വർണ്ണ കിരീടമാണ്. അതൊരു സ്ഥാനത്തിൻ്റെ ചിഹ്നമാണ്. അതൊരു മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒന്നല്ല, ഒരു അംഗീകാരമാണ് അത് നമുക്ക് കിട്ടുന്നത്. ബൈബിളിൽ പ്രധാനമായിട്ടും തൻ്റെ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന 5 കിരീടങ്ങളെക്കുറിച്ചാണ് ബൈബിളിൽ പറയുന്നത്. 5 കിരീടം പ്രധാനമായിട്ടും. ഈ 5 കിരീടങ്ങൾ നിങ്ങൾ ചോദിക്കും, ഒന്നിനു മേളിൽ ഒരു കിരീടമൊക്കെ എങ്ങനെയാണ് വെക്കുന്നത്? അതൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു അധികാരമാണ്. 5 കിരീടം എല്ലാവർക്കും കിട്ടണമെന്നില്ല, ചിലർക്കൊക്കെ കിട്ടും, ചിലർക്ക് ഒന്നിൽ കൂടുതൽ കിരീടങ്ങൾ കാണും. അത് ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും കിരീടങ്ങൾ ദൈവം തരുന്നത്. അതനുസരിച്ച് നമുക്ക് 1000 ആണ്ട് വാഴ്ചയിലും നിത്യതയിലും ഒരുപാട് അധികാരങ്ങൾ ദൈവം തരും. അതിനനുസരിച്ചാണ് കിരീടം. അതൊക്കെ ദൈവത്തിന് മാത്രമേ അറിയാം, നമുക്കറിയത്തില്ല. എന്നാൽ അതിൻ്റെ ചില കാര്യങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. 1 പത്രോസ് 5:3 വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടുള്ള ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ട് അധ്യക്ഷ ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. തേജസ്സിൻ്റെ വാടാത്ത കിരീടം ഇത് ദൈവദാസന്മാർക്കുള്ളതാണ്. കാരണം നമുക്കറിയാം, ചെന്നായ്ക്കളുടെ നടുവിലെ ആടുകളുടെ സ്വഭാവം കാണിച്ച് ജീവിക്കുമ്പോൾ ഒരുപാട് ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വിധേയരായിട്ടാണ് ജീവിക്കേണ്ടത്. ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇടയശ്രേഷ്ഠന്മാർ, പ്രത്യേകിച്ചും ഇടയശ്രേഷ്ഠനായ കർത്താവ് വരുമ്പോൾ നമ്മൾ ഇവിടെ ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി ജീവിക്കുന്ന ഇടയന്മാർക്ക് കിട്ടുന്ന ഒരു കിരീടമാണ് വാടാത്ത കിരീടം. അതുകൊണ്ട് സുവിശേഷ വേലയിലെ അല്ലെങ്കിൽ സഭാ ശുശ്രൂഷയിലെ ഒക്കെ ഉള്ളവർക്കുള്ളൊരു കിരീടമായിട്ടാണ് വാടാത്ത കിരീടത്തെക്കുറിച്ച് പറയുന്നത്. രണ്ടാമത്തെ കിരീടം നീതിയുടെ കിരീടമാണ്. നീതിയുടെ കിരീടം ഇത് 2 തിമോത്തി 4:7-8 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷയിൽ പ്രിയം വെച്ച ഏവർക്കും തന്നെ. വിശ്വാസം കാക്കുന്ന, നല്ല പോർ പൊരുതുന്ന, ഓട്ടം തികയ്ക്കുന്ന, വിശ്വാസം കാക്കുന്ന ഒരു ആളിന്, എന്നുവെച്ചാൽ അന്ത്യം വരെയും കാത്തു സൂക്ഷിക്കുന്ന ഒരാളിന് കിട്ടുന്ന കിരീടമാണ് നീതിയുടെ കിരീടം. ഇത് പൗലോസ് പറയുന്നു, പൗലോസിന് കിട്ടും. അത് എപ്പോഴാണ് കൊടുക്കുന്നത്? ന്യായാധിപതി ആയ കർത്താവ് ആ ദിവസത്തിൽ തരും.
അവൻ്റെ പ്രത്യക്ഷതയിൽ കൊടുക്കുന്ന കിരീടമാണ് നീതിയുടെ കിരീടം. അന്നേരം വിശ്വാസം കാൽക്കുന്ന ദൈവമക്കൾക്ക്, അന്ത്യത്തോളം കാൽക്കുന്ന വിശ്വാസികൾക്ക് ഉള്ള ഒന്നാണ് നീതിയുടെ കിരീടം എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 9:25 ഇങ്ങനെ വായിക്കുന്നു: അംഗം പൊരുതുന്നതിനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടത് തന്നെ. വാടാത്ത കിരീടമാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കിരീടം. വാടാത്ത കിരീടം അതാർക്കാണ് കൊടുക്കുന്നത് ചോദിച്ചാൽ, മാലിന്യങ്ങൾ അകപ്പെടാതിരിക്കുന്ന, വർജനം ആചരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന, ജീവിതം പ്രത്യേകിച്ച് വിശദീകരിച്ച് മാറി നിൽക്കുന്ന വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ലിവിങ്, അങ്ങനെ നിൽക്കുന്ന, അതാണ് വേർപാടിൻ്റേതായിട്ടുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത്. ലോകവുമായിട്ട് മാറി നിൽക്കുന്നു, മാലിന്യങ്ങൾ അകപ്പെടാതിരിക്കുന്നു, വർജനം ആചരിക്കുന്നു, അവർക്കുള്ള കിരീടമാണ് വാടാത്ത കിരീടം. യാക്കോബ് 1:12 പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യർക്കാണ് ജീവകിരീടം കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒഴുക്കിനെതിരെ നീന്തുന്നവർ, ഒഴുക്കിനെതിരെ നിൽക്കുന്നവർ. ഒരുപാട് പരീക്ഷകളുണ്ട്. എന്നുവെച്ചാൽ എന്താണ്, ഈവൻ ജീവൻ കൂടി കൊടുക്കേണ്ടി വരുന്ന പരീക്ഷകളുണ്ട് പലപ്പോഴും. അതിനകത്ത് നമ്മൾ റെസിസ്റ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുന്നവർക്കാണ് ജീവകിരീടം എന്ന് പറയുന്ന 4ാമത്തെ കിരീടം പറഞ്ഞ വാടാത്ത കിരീടം, നീതിയുടെ കിരീടം, ജീവകിരീടം. ഇതെല്ലാം നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ നമ്മൾ അതിനുവേണ്ടി പ്രാപിക്കുകയും അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യുകയും ചെയ്യണം. 1 തെസ്സലോനിക്കർ 2:19 നമ്മുടെ കർത്താവ് യേശുവിൻ്റെ മുമ്പ് അവൻ്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആറാകുന്നു. ഇവിടെ പ്രശംസാ കിരീടം എന്ന് പറഞ്ഞ ഒരു 5ാമത്തെ കിരീടത്തെക്കുറിച്ച് പറയുന്നു. ഇത് ആത്മാക്കളെ നേടുന്നവർക്കുള്ള കിരീടമാണ്. അത് യഹോവയായ ദൈവമാണ് തരുന്നത്. നമ്മൾ മറന്നുപോയത്, ദൂതന്മാരൊന്നുമല്ല കിരീടം തരുന്നത്, യഹോവയായ ദൈവമാണ് തരുന്നത്. അപ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യം, നമ്മൾ ഈ കർത്താവിൻ്റെ വരവിങ്കിൽ നമ്മുടെ രൂപാന്തരം വന്നതിന് ശേഷം നമ്മൾ ദൈവത്തിൻ്റെ മഹത്വമുള്ള ആ ശരീരം, ആ ദൈവം തേജസ്സുള്ള ശരീരം നമ്മൾ പ്രാപിച്ചതിന് ശേഷം ഈ 5 കിരീടങ്ങൾ നമ്മൾ ദൈവം അനുവദിക്കുന്ന ആളുകൾക്ക് അവരുടെ ചെയ്ത പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്ത് ബീമ കോർട്ട് ഓഫ് ജഡ്ജ്മെൻറ്റിൽ വെച്ച് ഈ 5 കിരീടങ്ങൾ നമുക്ക് തരും. അന്നേരം ഈ സ്വർണ്ണക്കിരീടമുണ്ട്, അതുകൂടാതെ തന്നെ ഉള്ള കിരീടങ്ങളാണ്. ഇത് എങ്ങനെയാണ് ഒരു കിരീടത്തിന് മേളിൽ വേറൊരു കിരീടം വെക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ അറിയത്തില്ല. എന്നാൽ ദൈവം നമുക്ക് കിരീടങ്ങൾ തരും. ഈ പ്രതിഫലം ഏറ്റവും പ്രധാനമാണ്. കാരണം ആ പ്രതിഫലം അവിടെ വെച്ച് കൊടുത്താണ് അവർ താഴോട്ട് വരുന്നത്. ഈ കിരീടങ്ങളുമായിട്ടാണ് താഴോട്ട് വരുന്നത്. ഇനിയും അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ തേജസ്സിൻ്റെ ശരീരത്തിൽ 3 സീല് അടിക്കുന്നതായിട്ട് റെവലേഷൻസ് 3:12 പറയും. വെളിപ്പാട് പുസ്തകം 3:12 ഇങ്ങനെയാണ്: ജയിക്കുന്നവന് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലൊരു തൂണാക്കും, അവനൊരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും അവൻ്റെ മേലെഴുതും. എൻ്റെ ദൈവത്തിൻ്റെ നാമം, എൻ്റെ നഗരത്തിൻ്റെ നാമം, പുതിയ യെരൂശലേമിൻ്റെ നാമം, എൻ്റെ പുതിയ നാമം, എന്നിട്ട് ഈ 3 നാമം എഴുതും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുതിയ യെരൂശലേമാണ് നമ്മുടെ സ്ഥിര സ്ഥലം, അവിടെ ഉള്ള നാമം. ദൈവത്തിൻ്റെ നാമം എന്താണ്? ദൈവത്തിൻ്റെ നാമവും നമ്മുടെ പേരിൽ എഴുതും. യെശയ്യാവ് പ്രവചനം 56-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ, ഞാൻ അവർക്ക് എൻ്റെ ആലയത്തിലും എൻ്റെ മതിലകങ്ങളിലുള്ള പുത്രീപുത്രന്മാരെക്കാൾ വിശേഷമായ ജ്ഞാപവും നാമവും കൊടുക്കും. ഛേദിക്കപ്പെടാത്ത ഒരു ശാശ്വത നാമം തന്നെ ഞാൻ അവർക്ക് കൊടുക്കും. അതിൽ യെശയ്യാവിൻ്റെ പ്രവാചകത്തിൽ പണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എൻ്റെ ആലയത്തിലും ഇവിടെയും പറയുന്നുണ്ട്, വിശേഷമായൊരു നാമം കൊടുക്കും, ഒരു ശാശ്വത നാമം അവർക്ക് കൊടുക്കും. യെശയ്യാവ് പ്രവചനത്തിൽ തന്നെ 62-ന്റെ 2-ാം വാക്യത്തിൽ, ജാതികൾ നിൻ്റെ നീതിയെയും സകല രാജാക്കന്മാരും നിൻ്റെ മഹത്വത്തെയും കാണും,
യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. അവിടെയും പറയുന്നുണ്ട് പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. അപ്പോൾ പുതിയൊരു പേര് നമുക്ക് തരും എന്നുള്ളത് പണ്ടേ പറഞ്ഞിരിക്കുന്നതാണ്. അത് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു കാര്യം ദൈവം തരും എന്നുള്ളത്, നമ്മുടെ തേജസ്സുള്ള ശരീരത്തിൽ. അതുപോലെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിലുണ്ട്. അതുകൂടാതെ പൗലോസിൻ്റെ എപ്പിസോഡിലൊക്കെ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഗലാത്യർ 4:26 മീതെയുള്ള യെരൂശലേം, പുതിയ യെരൂശലേമിൻ്റെ സ്ഥിര സ്ഥലമാണ് താമസിക്കാനായിട്ടുള്ള മീതെയുള്ള യെരൂശലേം. ഫിലിപ്പിയർ 3:20 നമ്മുടെ പൗരത്വം സ്വർഗത്തിലാവുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. സ്വർഗത്തിൽ നമുക്ക് പൗരത്വമുണ്ട് എന്ന് വെച്ചാൽ അവിടെ ഒരു പേരുണ്ട്. ഇപ്പോൾ ഈ പൗരത്വ രജിസ്റ്ററൊക്കെ ഉള്ള സമയമാണല്ലോ, നമുക്കറിയാമല്ലോ. ഇപ്പം പൗരത്വ രജിസ്റ്ററൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയിലും. അപ്പോൾ ഒരു രജിസ്റ്ററിനകത്ത് നമ്മുടെ പേര് അവിടെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇവിടെ പൗരത്വം, നമ്മുടെ പേര് അടിച്ചിട്ടുണ്ട്, നമ്മുടെ നാമം നമുക്ക് അടിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതേ കാര്യം തന്നെ എബ്രായർക്ക് ലേഖനം 12 അധ്യായത്തിൻ്റെ 22-21 വാക്യങ്ങൾ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപയ്ക്കും സിദ്ധന്മാരായ നീതിമാക്കന്മാരുടെ ആത്മാക്കൾക്കും, ഇങ്ങനെ പറഞ്ഞ് അവിടെ വർണ്ണിക്കുന്ന കാര്യം അവിടെയും ഈ നാമത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബൈബിളിൽ നിന്ന് പല റെഫറൻസിൽ കൂടിയാണ് നമ്മളിപ്പം പറഞ്ഞത് ദൈവത്തിൻ്റെ നാമം, ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമം, പുതിയ നാമം. യേശുവിൻ്റെ നാമം ഒരുപാട് നാമത്തിൽ നമ്മൾ അറിയാം, ബൈബിളിൽ നമുക്ക് കാണുന്നുണ്ട്. യേശുവിന് ഇമ്മാനുവേൽ എന്ന് അറിയാം, ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്, ജോഷുവ എന്നൊക്കെയുള്ള പേരുകളിൽ നമ്മൾ അറിയപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥ നാമം ആർക്കും ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. വെളിപ്പാടിൽ 17 പേര് യേശുവിന് പറയുന്നു. അൽഫ, ഒമേഗ, ദാവീദിൻ്റെ താക്കോലുള്ളവൻ, വിശ്വസ്തൻ, സത്യവാൻ, ഇങ്ങനെ ഒരുപാട് പേരുകൾ പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 19:12 യേശുക്രിസ്തു വിശുദ്ധന്മാരുമായി തിരികെ വരുമ്പോൾ മഹത്വ പ്രത്യക്ഷതയിൽ പറയുന്ന വാക്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാവും. ആ സമയത്ത് 12-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ്റെ കണ്ണ് അഗ്നിജാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ളൊരു നാമവും അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ തിരിച്ചു വരുന്നത് ഈ നാമവുമായിട്ടാണ്. അവൻ്റെ നാമം ആർക്കും അറിയത്തില്ല. നമ്മുടെ ശരീരത്തിൻ്റെ കുറിച്ച് വീണ്ടും അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞാണ് നമുക്ക് ഭക്ഷണം വേണ്ട. ഉയർത്തെഴുന്നേറ്റ ശരീരം, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൽ പിന്നീട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. മമ്രയുടെ തോപ്പിലെ ദൂതന്മാർ വന്നപ്പോൾ അവർ ഭക്ഷണം കഴിച്ചതായിട്ട് നമ്മൾ കാണുന്നു. അത് ഒരു ഫെലോഷിപ്പിന് വേണ്ടിയാണ് ഈ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ ശരീരത്തിന് ഉറക്കത്തിൻ്റെ ആവശ്യമില്ല. അത് 1000 ആണ്ട് വാഴ്ചയിൽ നമ്മൾ കാണുന്നതാണ് ഉറക്കത്തിന് വാഴ്ച. അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും എവിടെയും പ്രത്യക്ഷപ്പെടാം. അങ്ങനെയുള്ള ടൈപ്പായിട്ടുള്ള ഒരു ശരീരത്തോടു കൂടിയാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് വരുന്നത്. എന്ത് മഹത്വപരമായിട്ടുള്ളൊരു കാര്യമാണത്. നമ്മളൊരു ഗ്ലോറിഫൈഡ് ബോഡി, ഒരു ഗ്ലോറിഫൈഡ് ബോഡി നമുക്കറിയാവുന്ന രീതിയിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടുകൾ വെച്ചിട്ട് നമ്മൾ സംസാരിച്ചതാണ് ഈ മഹത്വമുള്ള ശരീരം എങ്ങനെ ഇരിക്കുകയാണെന്ന്. അത് നമ്മൾ പ്രാപിക്കണം എങ്കിൽ നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് അവന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം. അവൻ്റെ രഹസ്യവരവിൽ നമ്മൾ എടുക്കപ്പെടുന്നവരായിരിക്കണം. രഹസ്യവരവിനെക്കുറിച്ച് കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ച് പറയുമായിരുന്നു. എങ്ങനെയായിരുന്നു രഹസ്യവരവ് നടക്കുന്നത്, അതിലെന്താണ് ചെയ്യുന്നത്, നമ്മുടെ ശരീരം ഏത് രീതിയിലായിരിക്കും, നമ്മൾ കർത്താവിനോട് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ കൈവിടപ്പെട്ടു പോകരുത്. കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടണം എന്നുള്ള ചിന്ത നമ്മളെ ഈ ദിവസങ്ങൾ ഭരിക്കട്ടെ. ഈ ഒരു രീതിയിലായിരിക്കും റപ്ചർ നടക്കുന്ന ഈ നൂറ്റാണ്ടിലെ, അല്ലെങ്കിൽ നമ്മൾ വസിക്കുന്ന സമയത്തെ, കർത്താവിൻ്റെ കണക്കനുസരിച്ച് പറഞ്ഞാൽ ഈ കൃപായുഗം എൻഡ് ചെയ്യുമ്പോൾ ഈ റപ്ചറോട് കൂടിയാണ് കൃപായുഗം എൻഡ് ചെയ്യുന്നത്. അന്നേരം അതിൽ നമ്മൾ ഭാഗവാക്കാവുവാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഇത് കണ്ടുകൊണ്ടിരിക്കുകയും ഇത് വാച്ച് ചെയ്യുകയും ചെയ്യുന്നവർ ഇങ്ങനൊരു അനുഭവം എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിച്ച് അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് വരണം എന്ന്
ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് അപേക്ഷിക്കുകയാണ്. കർത്താവിൻ്റെ ഈ ന്യായവിധിയുടെ സമയത്ത് ഒരുപാട് റിവാർഡ്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. അത് നമ്മൾ അന്ത്യന്യായവിധി ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് തിരിച്ച് 3 പ്രധാനപ്പെട്ട ന്യായവിധികളുണ്ടല്ലോ, ആ സമയത്ത് അതിനെക്കുറിച്ച് പറയുന്നതാണ്. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ പറഞ്ഞ ഒരു 5 കിരീടങ്ങൾ നമ്മൾ വെച്ച് ദൈവത്തിനോട് യേശുവിനോട് കൂടെ നമ്മൾ വരുന്ന ഒരു അനുഭവം, അത് നമ്മൾ മനസ്സിലൊന്ന് വീക്ഷിച്ച് നോക്കുക. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമായിരിക്കും എന്നുള്ളത്. തീർച്ചയായും ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണം. ഈ ചിന്ത നമുക്ക് പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്ന് ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപ ഈ ദിവസങ്ങളിൽ അവരെ ഭരിക്കട്ടെ. കർത്താവേ, യേശുക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ആരെങ്കിലും ആയിട്ടില്ലെങ്കിൽ ഈ ദിവസം അവർ വ്യക്തിപരമായ ബന്ധത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പിശാചിൻ്റെ വാഴ്ച ഈ ലോകത്തിലേക്ക് വരുമ്പോഴേ കർത്താവേ, ഏത് രീതിയിലായിപ്പോവും ഈ ലോകം എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നല്ലോ. ദൈവമേ, അങ്ങനെ കർത്താവേ, ആ രീതിയിൽ അവൻ്റെ കീഴിലാകാതിരിപ്പാൻ, കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ഈ ദിവസങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പലരും ഇത് വാച്ച് ചെയ്യുന്ന പലരും പലതരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി, രോഗങ്ങൾ കൂടി, നിരാശയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. ഞങ്ങളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും പ്രത്യാശയില്ലാതെ നിരാശയിലിരിക്കുന്ന ചിലർ ഇത് കാണുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മുമ്പോട്ടുള്ള പ്രയാണത്തിൽ എന്താണ് ഇനി ഫർദർ എന്നുള്ള ഒരു ചിന്തയിൽ കർത്താവെ വിഷമിച്ചിരിക്കുന്നല്ലോ. കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ ഉത്തരം കൊടുക്കണമേ, സഹായിക്കണമേ. നിൻ്റെ വലിയ ആശ്വാസവും കൃപകളും അവരുടെ ജീവിതങ്ങൾ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ മാരേജിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എന്തോ കാരണം കൊണ്ട് വിവാഹം മുടങ്ങിപ്പോവുകയോ വിവാഹം നടക്കാതിരിക്കുകയോ ചെയ്യുന്ന വ്യക്തികൾ, ദൈവമേ, ഈ ദിവസത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ അറിയാത്ത വഴിയിൽ നിന്ന് അവരുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കാത്ത മാരേജൊക്കെ ഈ ദിവസങ്ങളിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ആത്മാവ് അവിടെ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബസ്ഥയായി ഇരിപ്പാനായിട്ട്, കുഞ്ഞുങ്ങളെ കാണുവാനായിട്ടുള്ള ഭാഗ്യങ്ങൾ നീ ഈ ദിവസങ്ങൾ അവർക്ക് കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചവരെ നീ ഉത്തരം കൊടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഓർത്ത് സ്തോത്രം. കർത്താവേ, പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം, അനുഗ്രഹിക്കുന്ന സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റ് ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.